അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വളരെ പ്രസിദ്ധമായ രണ്ട് ആഘോഷങ്ങളാണ് ഇസ്ലാം നമുക്ക് നൽകിയത്. അതിൽ വളരെ പവിത്രമായ ഒരു ആഘോഷമാണ് ബലിപെരുന്നാൾ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെയും ഹാജറ ബീവി റളിയല്ലാഹു അൻഹയുടെയും ത്യാഗോജ്ജലമായ സ്മരണകൾ സ്മരിക്കപ്പെടുന്ന വിശുദ്ധ ദിനമാണ് ബലിപെരുന്നാൾ ദിനം. ബലിപെരുന്നാൾ നമുക്ക് നൽകുന്ന സന്ദേശം ത്യാഗത്തിൻ്റേതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് പരീക്ഷണങ്ങൾ നൽകിയിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് വർഷങ്ങളോളമായി മക്കളില്ല. അങ്ങനെ കരഞ്ഞ് അല്ലാഹുവിനോട് ധാരാളമായി ദുആ ചെയ്ത് അങ്ങനെ ഒരുപാട് വയസ്സായതിനു ശേഷം അല്ലാഹു തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനിക്ക് ഇസ്മായിൽ എന്ന് പറയുന്ന ഒരു കുഞ്ഞിനെ അല്ലാഹു തആല നൽകുകയാണ്. അങ്ങനെ അല്ലാഹുവിൻ്റെ പ്രത്യേക കൽപ്പന പ്രകാരം ആ കുഞ്ഞിനെയും ഭാര്യ ഹാജറ ബീവി റളിയല്ലാഹു അൻഹയെയും കൂട്ടി ഇറാഖിൽ നിന്നും മക്കയിലേക്ക് പുറപ്പെടുകയാണ്. മക്കയിൽ വെള്ളവും മറ്റു സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. പുഴകളും തോടുകളും കിണറുകളും കുളങ്ങളും ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലമായിരുന്നു പരിശുദ്ധമാക്കപ്പെട്ട മക്ക. അങ്ങനെ അവിടെ എത്തിയപ്പോൾ അല്ലാഹുവിൻ്റെ കൽപ്പന വീണ്ടും വരുന്നു, ഇസ്ലാമിൻ്റെ പ്രബോധനത്തിനു വേണ്ടി നിങ്ങൾ ഷാമിലേക്ക് പോകണം. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിൻ്റെ പ്രത്യേക കൽപ്പന പ്രകാരം ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെയും ഹാജറ റളിയല്ലാഹു അൻഹയെയും മക്കയിൽ തനിച്ചാക്കി ഷാമിലേക്ക് യാത്ര പോവുകയാണ്. ഹാജറ റളിയല്ലാഹു അൻഹയുടെ കയ്യിലുള്ള വെള്ളവും മറ്റു സാമഗ്രികളെല്ലാം തീർന്നു. മക്കയിലാണെങ്കിൽ എവിടെയും വെള്ളമില്ല. അങ്ങനെ വെള്ളം അന്വേഷിച്ച് ഹാജറ റളിയല്ലാഹു അൻഹ സഫ മലയിൽ നിന്ന് മർവ എന്ന് പറയുന്ന മലകളിലേക്കും അങ്ങനെ ഓടി നടക്കുകയാണ്. ചുറ്റും നോക്കി ആരെയും കാണുന്നില്ല. അതിനിടയിലാണ് ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയുന്ന ആ ചെറിയ കുഞ്ഞ് കാലിട്ടടിച്ച് കരഞ്ഞ്, വെള്ളമില്ലാതെ കാലിട്ടടിച്ച് കരഞ്ഞ ആ സ്ഥലത്ത് നിന്ന് ഒരു ഉറവ പൊട്ടിയൊലിക്കുന്നു. അതാ സംസം വെള്ളം അവിടുന്ന് ഉറവ പൊട്ടിയൊലിക്കുകയാണ്. അങ്ങനെ അവർ മതി വരുവോളം അവരുടെ ദാഹവും വിശപ്പുമൊക്കെ തീർക്കുകയാണ്. അങ്ങനെ വർഷങ്ങളോളം കഴിഞ്ഞു. ഇസ്മായിൽ നബി അലൈഹിസ്സലാം വളർന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇടയ്ക്കിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഭാര്യയെയും അവിടുത്തെ മകനെയും കാണാൻ വേണ്ടി മക്കയിലേക്ക് വരും. അങ്ങനെ ഒരിക്കൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു സ്വപ്നം കാണുകയാണ്. തൻ്റെ മകനാകുന്ന ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അറുക്കാൻ വേണ്ടി അല്ലാഹു തആലയുടെ കൽപ്പനയായിരുന്നു ആ സ്വപ്നത്തിലൂടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനിക്ക് ലഭിച്ചത്. വർഷങ്ങളോളം കാത്തിരുന്നുണ്ടായ കുഞ്ഞിനെ അറുക്കാൻ വേണ്ടി കൽപ്പനയുണ്ടാകുമ്പോൾ അത് എത്രത്തോളം പ്രയാസകരമായിരിക്കും. പക്ഷെ നബിമാരുടെ സ്വപ്നം വഹീൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വപ്നത്തിൻ്റെ വിവരം മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനോട് അറിയിക്കുകയാണ്. അത് കേട്ട പാടെ തന്നെ അവിടുന്ന് ഇസ്മായിൽ നബി അലൈഹിസ്സലാം പറഞ്ഞു, യാ അബതി ഇഫ് അൽ മാ തുഅ്മർ, നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടതെന്താണോ അത് നിങ്ങൾ ചെയ്യുക. അങ്ങനെ ഇസ്മായിൽ എന്ന് പറയുന്ന കുഞ്ഞിനെ അറുക്കാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാം തയ്യാറായി. ആ സമയത്താണ് ഇബ്രാഹിം നബിക്ക് വഹി ഇറങ്ങുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, ഓ ഇബ്രാഹിം നബിയെ, നിങ്ങൾ ഈ പരീക്ഷണത്തിൽ വിജയിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്ന ആടിനെ നിങ്ങൾ അറുക്കുക, ഇസ്മായിലിനെ നിങ്ങൾ അറുക്കേണ്ടതില്ല. ആ ഒരു സ്മരണയാണ് ഇന്ന് നാം ബലിപെരുന്നാളിൻ്റെ അന്ന് എല്ലാ നാടുകളിലും ഉളഹിയത്ത് കർമ്മം നടത്തപ്പെടുന്നത്. ബലിപെരുന്നാൾ ദിനത്തിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ സൽക്കർമ്മമാണ് ഉളഹിയത്ത് കർമ്മം. അതുകൊണ്ട് തന്നെ സാധിക്കുന്നവരൊക്കെയും ആ ഉളഹിയത്ത് കർമ്മത്തിൽ പങ്കെടുക്കണം. മറ്റൊരിക്കൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൗഹീദിൻ്റെ പ്രചരണ വേളയിൽ നമ്രൂദ് എന്ന് പറയുന്ന ധിക്കാരിയായ മനുഷ്യൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീയിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെയൊന്നും പതറയില്ല. ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ എന്ന് ചൊല്ലി അല്ലാഹുവിൽ തവക്കുലാക്കിയപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനിക്ക് ഒരു പോറലുമേൽക്കാതെ ആ തീയിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം രക്ഷപ്പെടുകയാണ്. അപ്പോൾ ഈ ബലിപെരുന്നാൾ നമുക്ക് നൽകുന്ന സന്ദേശം,
ഒരു മുഅ്മിനായ മനുഷ്യന് എന്ത് വലിയ പ്രയാസങ്ങൾ വന്നാലും അവൻ സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വലിയ നിഅമത്തുകളെ കൊണ്ട് അവനെ അനുഗ്രഹിക്കുമെന്നുള്ളതാണ് ഈ ബലിപെരുന്നാൾ നമുക്ക് നൽകുന്ന സന്ദേശം. അല്ലാഹു തആല പൊരുത്തപ്പെട്ട രൂപത്തിൽ നല്ല നിലയിൽ ഈ ആഘോഷങ്ങൾ ആഘോഷിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ.